വിശുദ്ധ പത്താംപിയൂസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുക. യേശു മാതാവിനോട് ഒപ്പമാണ് കുടുംബത്തിൽ 30 വർഷം താമസിച്ചത്. ആ 30 വർഷം പരിശുദ്ധ അമ്മയോട് കൂടെ കർത്താവായ യേശു കുടുംബത്തിൽ താമസിച്ചു. അതുകൊണ്ട് വിശുദ്ധ പത്താംപിയൂസ് പറയുക, യേശുവിനെ കൂടുതലായി അറിയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. നമ്മളെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു എന്ന് വിശുദ്ധ പത്താംപിയൂസ് പറയും. മക്കളെ, ഈ കർത്താവായ യേശുവിനെ ഏറ്റവും നന്നായി അറിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യമേ ആരെക്കുറിച്ച് അറിയണം? പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയണം. നമ്മുടെ അടുത്ത തീക്കോയിൽ നിന്ന് ഒരിക്കലൊരു യുവാവ് താമ്പൂരി വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അപ്പം വ്യക്തിക്ക് പ്രിയമുള്ളവരെ വർഷങ്ങളായിട്ട് വിവാഹമേലെ തടസ്സമാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ചില വ്യക്തികളുടെ ജീവിതങ്ങളിലെ കുടുംബങ്ങളിലെ നമ്മുടെ എല്ലാവരും വ്യക്തി ജീവിതം കുടുംബങ്ങളിലൊക്കെ എന്തുണ്ടാകാറുണ്ട്? തടസ്സങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പ്രിയമുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ നിരവധി വർഷമായി വിവാഹം ആലോചനയാണ്, പക്ഷേ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ആ വ്യക്തി താമ്പൂരി വന്ന് ശനിയാഴ്ചത്തെ റോഗാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി ശിരസ്സ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമയം നൽകിയ ദൈവികമായ സന്ദേശം ഇതായിരുന്നു. പ്രിയമുള്ളവരെ, 8 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കും. ഈ 8 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, കർത്താവായ യേശു നിന്റെ തടസ്സം എടുത്തു മാറ്റാൻ വേണ്ടി, കർത്താവായ യേശു നൽകുന്ന വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നീ 40 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ 8 മാസത്തിനുള്ളിൽ വിവാഹം നടക്കാൻ വേണ്ടി ഈ മകൻ കർത്താവായ യേശുവാണ് ഈ വിവാഹ തടസ്സം എടുത്ത് മാറ്റുക. പരിശുദ്ധ അമ്മ അല്ല കേട്ടോ വിവാഹ തടസ്സം എടുത്ത് മാറ്റുക. അപ്പം ഈ മകൻ വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഈ മകന് ശുശ്രൂഷ കഴിഞ്ഞ് ശനിയാഴ്ചത്തെ റുഗാഭിഷേക കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾക്കറിയാം താമ്പൂരി വന്നിട്ടുള്ള ദൈവമക്കൾക്കറിയാം. ഇപ്രകാരമുള്ള അനേക സാക്ഷികൾ ഓരോ ശനിയാഴ്ച താമ്പൂരി വരുന്നുണ്ട്. അപ്പം ഈ മകൻ 40 ദിവസം ഈ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ജയമാലയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഈ മകന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കർത്താവായ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവത്തിൻ്റെ ആത്മാവ് 8 മാസം മുമ്പ് നൽകിയ ദൈവികമായ സന്ദേശം അനുസരിച്ച് 8ാമത്തെ മാസം, കൃത്യം 8ാമത്തെ മാസം ആ മകൻ്റെ വിവാഹം നടക്കുകയാണ്. ആരാ നമ്മെ സുഖപ്പെടുത്തുക? ഈശോ. ആരാണ് നമുക്ക് കൃപ തരിക? ഈശോ. ആരാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുക? ഈശോ. ആരാണ് നമ്മുടെ പാപത്തിന് മോചനം നൽകുക? ഈശോ. അപ്പം ഈ അമ്മയുടെ റോൾ എന്താണ്? അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ഈ അമ്മ ഈ മകനോട് പറഞ്ഞാൽ ഈ അമ്മ ഈ പറയുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ മകനായ കർത്താവായ യേശു അത് നിരസിക്കത്തില്ല. അതായത് യേശു നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ, യേശു നമ്മുടെ കുടുംബത്തെ ഉയർത്തണമെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിന് അനേകം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, യേശു നമ്മുടെ മക്കളെ ഉയർത്തണമെങ്കിൽ, യേശു നമ്മുടെ മക്കളെ പഠനമേഖല അനുഗ്രഹിക്കണമെങ്കിൽ, യേശു നമ്മുടെ മക്കളെ വിവാഹ ജോലി തടസ്സം മാറ്റണമെങ്കിൽ, യേശു നമ്മുടെ മദ്യപാന ലഹരി തിന്മയുടെ ബന്ധനമൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ അറിയണം. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രകാരമാണ് പറയുക. ചരിത്രത്തിലെ ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധനായ വ്യക്തികൾ നീ പരിശുദ്ധ അമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ ബഹുമാനിക്കുന്നുവെങ്കിൽ, ഈ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിസ്സാരപ്പെട്ട ഞാൻ നിങ്ങൾ ബന്ധുമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം. ശ്രീകൃഷ്ണൻ പറയുന്ന പ്രകാരമാണ് ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥനായ നമുക്കൊരു പുത്രനുണ്ട്. ആരാ പുത്രൻ? കർത്താവായ ഈശോ. നേരിക വിശുദ്ധ അഗസ്റ്റ് പറയുക, എങ്കിലും മധ്യസ്ഥയ ഒരമ്മ നമുക്ക് ആവശ്യം, ഒരമ്മ നമുക്ക് ആവശ്യമാണ് എന്ന്, നമുക്കൊരമ്മ ആവശ്യമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റ് പറയാൻ കാരണം, അതിൻ്റെ കാരണം അറിയണമെങ്കിൽ വിശുദ്ധ ബേസിൽ പറയുന്ന വാക്യം അറിഞ്ഞാൽ മതി. വിശുദ്ധ ബേസിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താ പറയുക? ഈ വാക്യം എൻ്റെ മനസ്സിലെ ചെറുപ്പത്തിലും വൈദികനായി കഴിഞ്ഞും എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള കാര്യമാണ്. താമ്പൂരി ദൈവം ഇതുപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കാരണം പ്രിയമുള്ള വിശുദ്ധ ബേസിൽ പറഞ്ഞതുപോലെ വിശ്വസിച്ചത് കൊണ്ടാണ്. വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. വിശുദ്ധ ബേസിൽ പറയും, നാം ആഗ്രഹിക്കുന്നത് എന്തും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്ന പല കാര്യമുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എന്തും, മക്കൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എന്തും, ബിസിനസ് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന എന്തും, കടബാധ്യത മാറാൻ ആഗ്രഹിക്കുന്ന എന്തും, പ്രിയമുള്ളവരെ മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന എന്തും,
ആത്മീയ അഭിഷേകം കിട്ടാൻ ആഗ്രഹിക്കുന്ന എന്തു, നാം ആഗ്രഹിക്കുന്ന എന്ത് 100 ഇരട്ടിയായി ദൈവത്തിൽ നിന്ന്. ഈ വിശുദ്ധ ബേസിൽ പറയുകയാണ് കേട്ടോ, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. ഇനിയുള്ള വാക്ക് ശ്രദ്ധിക്കണേ, വാങ്ങി തരാൻ സാധിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. രാജക്കാട് അവിടെ നിന്ന് ഒരിക്കലൊരു യുവാവ് താമറി വന്ന് താമസിച്ച് ധ്യാനം കൂടുമ്പോൾ തുച്ഛമായ ശമ്പളത്തിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അപ്പം ഈ തുച്ഛമായ ഒരു ശമ്പളമാണ്. പിന്നീട് ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ്, ദൈവമേ ഒരു ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു സ്കൂളിൽ ജോലി കിട്ടണം. ഈ ആഗ്രഹമായിട്ട് ഈ വ്യക്തി താമ്പൂരി വന്ന് താമസിച്ചുള്ള ആന്തരിക സഭയ്ക്ക് ധ്യാനം കൂടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ ദൈവികമായ ഒരു സന്ദേശം പ്രിയോട് ഇതായിരുന്നു: 3 വർഷം നീ കാത്തിരിക്കണം. നോക്കിയെങ്കിൽ ഇന്നുള്ള കാര്യമല്ല, നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞല്ല, നീ 4-5 മാസമല്ല, 1 വർഷം 2-3 വർഷം കഴിഞ്ഞ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം 3 വർഷത്തിന് മുമ്പ് കർത്താവിനെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. നീ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു സ്കൂളിൽ ജോലി കിട്ടാൻ നീ 3 വർഷം കാത്തിരിക്കണം. ഈ 3 വർഷം കൊണ്ട് കർത്താവ് നിനക്ക് ഗവൺമെൻറ് അംഗീകാരമുള്ള സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി നൽകി ദൈവം അനുഗ്രഹിക്കും. ഈ 3 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരമുള്ള സ്കൂളിൽ അധ്യാപന ജോലി കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് ദൈവാത്മ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. 90 ദിവസം ബേസിൽ പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. ഈ 3 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് അംഗീകാരമുള്ള സ്കൂളിൽ സ്ഥിരമായി ജോലി കിട്ടാൻ വേണ്ടി 90 ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ജയമാലെല്ലാം ഈ വിധി ജയമാലെല്ലാം ആരംഭിച്ചു. ഈ 90 ദിവസം മാതാവിന് മാധ്യസ്ഥ ജയമാല കാഴ്ചവെച്ചു. 3 വർഷമാണ് ദൈവം പറഞ്ഞിരിക്കുക. 14-ാമത്തെ മാസം അഭിത്തിയുടെ രൂപതയുടെ കോപ്പറേറ്റീവ് സ്കൂളിൽ അഭിത്തിക്ക് നിയമനം ലഭിച്ചു. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞുള്ള വലിയൊരു മിറാക്കൾ, ഈ 14 മാസം അഭിത്തിക്ക് ജോലി കിട്ടി. എന്നാൽ അഭിത്തിയുടെ ആ ടീച്ചർ പോസ്റ്റ് സ്ഥിരമാകുക, ആ ജോലി പെർമനൻ്റ് ആയത്, സ്ഥിര നിയമനം കിട്ടിയത് കൃത്യം 3-ാമത്തെ വർഷമായിരുന്നു. ബേസിൽ പറഞ്ഞ കാര്യം ഓർക്കണം, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യാൻ അസാധ്യമായി ഒന്നുമില്ല. അത് മൊത്തം ഓർത്തില്ലെങ്കിലും 2-3 വാക്ക് ഓർക്കണം. നാം ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറയാൻ കാരണം, എൻ്റെ ആ ഒരു ആഗ്രഹമല്ല നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹമല്ല അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം. നമുക്കെല്ലാം നിരവധിയായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും അത് കഴിഞ്ഞുള്ള വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. 100 ഇരട്ടിയായി ദൈവത്തിൽ നിന്ന് വാങ്ങി തരാൻ കഴിവുള്ളവളാണ് ആര്? പരിശുദ്ധ അമ്മ. വിശുദ്ധരായ വ്യക്തികൾ ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ആ പരിശുദ്ധ അമ്മയ്ക്കുന്നുണ്ട് അത്ഭുതകരമായ മാധ്യസ്ഥ ശക്തിയുണ്ട്. ഈ പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതകരമായ മാധ്യശക്തിയുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയുള്ള അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ വഴി. നീ വേളാങ്കണ്ണി പോകുന്നവർക്ക്, അല്ലെങ്കിൽ കുറവിലങ്ങാട് വഴി പോയി പ്രാർത്ഥിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രിയമുള്ളവർ അങ്ങനെ മണക്കാട് വഴി പ്രാർത്ഥിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വല്ലാർപാടം അല്ലെങ്കിൽ ലൂർദിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി മരിയൻ തീർത്ഥാടനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് 1 അല്ല 2 അല്ല അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ. താമോറിൽ ഈ കഴിഞ്ഞ 50 വർഷമായി അടയാള അത്ഭുതങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി അനേകം അടയാള അത്ഭുതങ്ങൾ വിടുതൽ ഈ കാലഘട്ടത്തിൽ ദൈവം കൊടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, പരിശുദ്ധ അമ്മയ്ക്കുന്നുണ്ട് അതിശക്തമായ മാധ്യസ്ഥ ശക്തിയുണ്ട്. ഈ അമ്മയുടെ സാക്ഷ്യങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടിയുള്ള പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തിയുടെ തെളിവാണ് എന്ന് ഞാനല്ല പറയുക, പിന്നെ ആരാ പറയുക? ഒരു വിശുദ്ധയാണ്. അത് ലിസ്ബിയിലെ വിശുദ്ധ തേരസയാണ്. ലിസ്ബിയിലെ വിശുദ്ധ തേരസ എന്താണ് പറയുക? പരിശുദ്ധ ദൈവമാതാവ്, ഒരു അമ്മയെ പോലെ. അത് കഴിഞ്ഞ് വിശുദ്ധ പറയുക, ഒട്ടനവധി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വ്യക്തമാകുന്നു.